ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് സെമസ്റ്റർ കോംപ്ലിമെൻ്ററി ഫിസിക്സിൽ വരുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ നേരത്തെ മുന്നത്തെ ആ ഒരു ചാപ്റ്റർ പോലെ തന്നെ അധികം ലെങ്ത് അല്ലാത്ത ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഡിഫ്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, diffraction refers to the bending of light around small opaque obstacle and their enrochment within the geometrical shadow. അപ്പോൾ ഡിഫ്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈറ്റ് ബെൻഡ് ആവണത്, ഒരു ചെറിയ ഒരു ഒപ്പാക്കിന് തടസ്സം ഉണ്ടാക്കണതായിട്ട് ലൈറ്റ് ബെൻഡ് ആവുക. അതേപോലെ തന്നെ ജോമെട്രിക്കലായിട്ടുള്ള ഓരോ ഷേഡോൻ്റെ ഉള്ളിലേക്കൊക്കെ ഉള്ള ഇവയുടെ കടന്നുകയറ്റം, ഇതിനൊക്കെയാണ് ഡിഫ്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The phenomenon of diffraction was satisfactorily explained by giving a rigorous mathematical treatment by Fresnel. According to him, the phenomenon of diffraction is due to the mutual interference of secondary wavelets originating from various points of wavefront which are not blocked off by an obstacle or allowed to pass through a slit. അപ്പോൾ ഫ്രെനൽസിനെ വെച്ച് നോക്കുമ്പോൾ ഡിഫ്രാക്ഷൻ്റെ ഫിനോമിനൻ എന്ന് പറയുന്നത് സെക്കൻഡറി വേവ്ലെറ്റ്സ്, അത് എങ്ങനെയാണ് പല പല പോയിൻറ്റ്സിൽ നിന്ന് വന്നിട്ടുള്ള വേവ്സ്, അതിൻ്റെ സെക്കൻഡറി വേവ്ലെറ്റ്സിൻ്റെ മ്യൂച്വൽ ഇൻ്റർഫെറൻസ് ഉണ്ടല്ലോ, അതാണ് ഫ്രെനൽസ് ഉദ്ദേശിക്കുന്ന ഈ ഒരു ഡിഫ്രാക്ഷൻ എന്നതുകൊണ്ട് ആൾ പറയുന്നത് ഇതൊക്കെയാണ്. ഈ ഒരു വേവ്ലെറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു മ്യൂച്വൽ ഇൻ്റർഫെറൻസ് ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ വേവ് ഫ്രണ്ട് ബ്ലോക്ക് ചെയ്യാൻ ഒബ്സ്റ്റക്കിളൊന്നും വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു സ്ലിറ്റിലൂടെ ഇത് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്സ്റ്റക്കിൾ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യാതെയോ അല്ലെങ്കിൽ ഒരു സ്ലിറ്റിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റുക, ഇങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് ഫിനോമിനൻ ഓഫ് ഡിഫ്രാക്ഷൻ എന്നതുകൊണ്ട് ഇവിടെ ഫ്രെനൽസ് പറയുന്നത്. The diffraction phenomena are usually divided into two categories, Fresnel diffraction and Fraunhofer diffraction. അപ്പോൾ രണ്ട് എണ്ണാക്കിയിട്ടാണ് ഈ ഒരു ഡിഫ്രാക്ഷൻ തിരിച്ചിട്ടുള്ളത്. In the Fresnel class of diffraction, to the source of light and screen are in general at a finite distance from the diffracting element. In other words, the incident wavefront and diffracted wavefront are spherical or cylindrical. അപ്പോൾ ഇവിടെ പറയുന്നത് ഇൻസിഡന്റ് വേവ് ഫ്രണ്ടും അതുപോലെ ഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടും സ്ഫെരിക്കലോ അല്ലെങ്കിൽ സിലിണ്ടറിക്കലോ ആണെന്നാണ് ഫ്രെനൽ പറയുന്നത്. ഇൻ ഫ്രോൺഹോഫർ ക്ലാസ് ഓഫ് ഡിഫ്രാക്ഷൻ, ദ സോഴ്സ് ആൻഡ് ദ സ്ക്രീൻ ആർ അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്സ്റ്റക്കിൾ. ഇൻ അതർ വേർഡ്സ്, ദ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആൻഡ് ഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ആർ പ്ലെയിൻ. അപ്പോൾ മറ്റ് സയൻറ്റിസ്റ്റ് പറയുന്നത് ഇൻസിഡന്റ് വേവ് ഫ്രണ്ടും അതുപോലെ ഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടും പ്ലെയിൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് സയൻറ്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് രണ്ട് സയൻറ്റിസ്റ്റുകളുടെ, ഇപ്പോൾ ഫ്രെനൽസിൻ്റെ ആയാലും ഫ്രോൺഹോഫറിൻ്റെ ആയാലും അവർ പറഞ്ഞിട്ടുള്ള രീതികൾ അനുസരിച്ചുള്ള ഒരു ഫിഗർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അടുത്തത് നമുക്ക് വരുന്നതാണ് ഫ്രോൺഹോഫർ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ. കൺസിഡർ എ റെക്ടാങ്കുലർ സ്ലിറ്റ് എ ബി ഓഫ് വിഡ്ത്ത് എ. S is a narrow slit illuminated by a monochromatic light of wavelength lambda. അപ്പോൾ റെക്ടാങ്കുലർ സ്ലിറ്റ് എ ബി, അതുപോലെ അതിൻ്റെ വിഡ്ത്ത് സ്മോൾ ലെറ്റർ എ ആണ്. എസ് എന്ന് പറയുന്നത് ഒരു നാരോ സ്ലിറ്റ് ആണ്. മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡയാണ്. ദ സ്ലിറ്റ് എസ് ഈസ് കെപ്റ്റ് അറ്റ് ദ ഫോക്കൽ പ്ലെയിൻ ഓഫ് എ കൺവേർജിംഗ് ലെൻസ് L1. ദ ലെൻസ് L1 മേക്സ് ദ വേവ് ഫ്രണ്ട് ഇൻ ടു എ പാരലൽ വേവ്. അപ്പോൾ ലെൻസ് L1 വേവ് ഫ്രണ്ടിനെ പാരലൽ വേവ് ആയിട്ട് മാറ്റുകയാണ്, വിച്ച് ഫോൾസ് ഓൺ ദ സ്ലിറ്റ് എ ബി. എ ബി എന്ന് പറഞ്ഞ സ്ലിറ്റിലോട്ട് ഇത് വന്ന് വീഴുമ്പോൾ ലെൻസ് L1 ഇതിനെ പാരലൽ ആക്കിയിട്ട് മാറ്റും. The light after passing through AB is incident on the converging lens L2 and is focused on the screen XY kept on the focal plane. Light after passing through a AB. ലൈറ്റ് ആഫ്റ്റർ പാസിംഗ് ത്രൂ എ ബിയിലൂടെ കടന്നു പോയതിന് ശേഷം ഈസ് ഇൻസിഡൻറ്റ് ഓൺ ദ കൺവേർജിങ് ലെൻസ് L2. L2ൽ വന്നിട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണ്. ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് സ്ക്രീൻ XYയിലോട്ടാണ്, ഫോക്കൽ പ്ലെയിൻ L2യിലോട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഫ്രോൺഹോഫർ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷനിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കുക. ഇതിന് നമുക്ക് ചെറിയൊരു ഡെറിവേഷൻ വരുന്നുണ്ട്. എ സൈൻ തീറ്റ n ഈക്വൽ ടു n ലാംഡ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലാംഡ വേവ് ലെങ്ത് ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിൽ ഓരോ സംഭവങ്ങൾ എന്താണെന്ന് പറയുന്നുണ്ട്.
Now consider a point P1 on the screen at which wavelets traveling in a direction making an angle theta. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ആണ് തീറ്റ വിത്ത് ഒ പി ആർ ബ്രോഡ് ടു ഫോക്കസ് ബൈ ലെൻസ്. ദ വേവ്ലെറ്റ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സ്ലിറ്റ് വിൽ നോട്ട് റീച്ച് പോയിന്റ് പി ഇൻ ഫേസ് although they are initially in phase. This because they cover unequal distances in reaching point P1. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഡെറിവേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വേവ് വരുന്നതിൻ്റെ ഒരു ഫിഗർ നമുക്ക് ഒരു ഗ്രാഫ് പോലെ ഒരു കർവ് നമുക്ക് വരയ്ക്കാനായിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക, എന്നിൻ്റെ വാല്യൂസ് 1 2 3 ആണ്. ഇത് ഡെറിവേഷൻസ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയാൽ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് വായിച്ചു നോക്കുക, എന്നിട്ട് എഴുതി നോക്കി മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ മുന്നൊക്കെ ഇൻ്റർഫെറൻസ് എന്ന് പറഞ്ഞിട്ട് ചാപ്റ്ററിൽ മിനിമം മാക്സിമം ഒക്കെ കണ്ടുപിടിച്ച പോലെ തന്നെ ഇവിടെയുണ്ട്. തീറ്റ എൻ നമുക്ക് ആംഗുലാർ വിഡ്ത്ത് ആണ് തരുന്നത്. അതിൻ്റെ മിനിമ എന്ന് പറയുന്നത് തീറ്റ എൻ ഈക്വൽ ടു എൻ ലാംഡ ഡിവൈഡഡ് ബൈ എ. അതുപോലെ സെക്കൻഡറി മാക്സിമ എന്ന് പറയുന്നത് തീറ്റ എൻ ഈക്വൽ ടു 2n+1 ഇൻറ്റു ലാംഡ ഡിവൈഡഡ് ബൈ 2a. പിന്നെ അതിൻ്റെ ഗ്രാഫ് ഉണ്ട്, ഇതൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്ത്. If d is the distance between slit and screen and y is the distance of the first secondary minimum from the point P, then theta equal to y divided by d. അപ്പോൾ ആംഗിൾ കാണാനായിട്ട് ആർക്ക് ബൈ റേഡിയസ് അല്ലേ, അതുകൊണ്ടാണ് തീറ്റ ഈക്വൽ ടു ആർക്ക് എന്ന് പറയുന്നത് y, അതുപോലെ റേഡിയസ് എന്നിവിടെ ക്യാപിറ്റൽ D. ഇനി നമ്മൾക്ക് ലാസ്റ്റ് ഒരു ഇക്വേഷനിലോട്ട് എത്തുന്നതാണ് 2 ലാംഡ d ഡിവൈഡഡ് ബൈ a. അപ്പോൾ അതെന്താണ്, വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം. അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഈ ഒരു ഇക്വേഷനായിട്ട് വരുന്നത്. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ എക്സാമ്പിൾസ് ഓരോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഫിസിക്സ് പേപ്പറിൽ പ്രോബ്ലംസ് അധികം വരുന്നേക്കാളും കൂടുതലായിട്ട് ഡെറിവേഷൻസ് ആണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങനെയാണെന്ന്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഓഫ് എ സിംഗിൾ സ്ലിറ്റ്. അപ്പോൾ ഒരു സിംഗിൾ സ്ലിറ്റിലത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ടു ഫൈൻഡ് ദ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി ഓൺ ദ സ്ക്രീൻ, സപ്പോസ് ദാറ്റ് ദ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഓൺ ദ സ്ലിറ്റ് എ ബി ഈസ് ഡിവൈഡഡ് ഇൻ ടു എ ലാർജ് നമ്പർ ഓഫ് സ്ട്രിപ്സ്. അപ്പോൾ ഒരു എ ബി എന്ന് പറഞ്ഞിട്ടൊരു സ്ലിറ്റ് ഉണ്ട്, അതെന്താണ് കുറേ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കുറേ സ്ട്രിപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. A1, A2, A3, etc. A and B the amplitudes and the differing in phase by 5 1 5 2 etc. 5n of steps into which the slit AB is divided. അപ്പോൾ സ്ലിറ്റ് എ ബി ഡിവൈഡ് ചെയ്തതിൽ A1 A2 എക്സ്ട്രാ AN എന്ന് പറയുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്സ്. അതുപോലെ തന്നെ അതിൻ്റെ ഫേസ് എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 5 1 5 2 എക്സെട്ര 5n എന്ന് പറഞ്ഞിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ഡെറിവേഷൻസ് പഠിക്കുമ്പോഴും അതിൻ്റേതായ ഫിഗേഴ്സ് ഒപ്പം വരയ്ക്കണം. If the number of amplitudes is very large, differing progressively in their initial phase, the polygon is reduced to continuous curve. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് ഭയങ്കര ലാർജ് ആവുകയാണെങ്കിൽ അവിടെ എന്താണ്, കണ്ടിന്യൂസ് കർവാണ്, റെഡ്യൂസ് ടു കണ്ടിന്യൂസ് കർവ്. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്, ഇനീഷ്യൽ ഫേസ് ദ പോളിഗൺ ഈസ് റെഡ്യൂസ് ടു കണ്ടിന്യൂസ് കർവ് എന്നാണ് പറയുന്നത്. ഓൾസോ ഇഫ് ദ ആംപ്ലിറ്റ്യൂഡ്സ് A1 A2 എക്സെട്ര AN ആർ ഈക്വൽ ആൻഡ് ദ ഡിഫറൻസ് ആർ ഓൾസോ ഈക്വൽ. അപ്പോൾ ഇതൊക്കെ ഈക്വൽ ആണ്, എയോട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഡിഫറൻസും ഓൾസോ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് നമുക്ക് വരുന്നതാണ് I ഈക്വൽ ടു ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്നുണ്ട്. I ഈക്വൽ ടു A0² sin square 5 divided by 5 square എന്നാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിഗേഴ്സൊക്കെ നോക്കുക, ഓരോ സംഭവങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ നോക്കുക. അടുത്തത് വരുന്നതാണ് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ്. അപ്പോൾ ഇതിൽ കുറേ കർവുകളുണ്ട്. അപ്പോൾ ഓരോ കർവുകളും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ മനസ്സിൽ കണ്ട് പഠിക്കുക. പിന്നെ നേരത്തെ ഈ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് അതേപോലെ തന്നെ നമ്മൾ മുന്നേ ഒരു കർവ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫ്രോൺഹോഫർ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷനിൽ ഒരു കർവ് ഉണ്ടായിരുന്നു. അതേപോലത്തെ ഒരു കർവ് തന്നെയാണ് ഈ ഒരു ഇൻറ്റൻസിറ്റി കർവായിട്ട് വരുന്നത്. അതേപോലത്തേന്നല്ല, ആ ഒരു കർവ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് രണ്ടും ഒരേപോലെ തന്നെയാണ്, അത് നോക്കി പഠിക്കാം. It gives the variation of intensity with angle of diffraction. For this, find the value of sin square 5 divided by 5 square for different values of theta by using equation 4. Then a graph is plotted between I and theta. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തീറ്റ 0 ആവണ കേസിൽ ഫൈ എന്താവും, sin 0 ഡിവൈഡ് ബൈ
0 എന്ന് വരുമ്പോൾ നമുക്കവിടെ 1 എന്ന് വരികയാണ് ആൻസർ. അതുപോലെ അപ്പോൾ അതിൻ്റെ സെൻട്രൽ മാക്സിമം എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി I = I0I. അതേപോലെ തന്നെ തീറ്റ ലാംഡ ബൈ എ ആവുന്ന കേസിൽ വരുന്നത് ഫൈ എന്ന് പറയുന്നത് പൈയും I എന്ന് പറയുന്നത് 0 ആവാണ്. അത് നമുക്ക് തരുന്നത് തീറ്റ = +or - n ലാംഡ ഡിവൈഡഡ് ബൈ എ. പിന്നെ വരുന്നൊരു കേസാണ് തീറ്റ 3 ലാംഡ ഡിവൈഡഡ് ബൈ 2a ആവുന്നത്. അപ്പോൾ അവിടെ I എന്ന് പറയുന്നത് കുറച്ച് ലെങ്ത് ഉണ്ട്, അത് ഓരോന്ന് നോക്കുക. I0 sin² 3π/2 ഡിവൈഡഡ് ബൈ 3π/2 ഹോൾ സ്ക്വയർ = I0 ഡിവൈഡഡ് ബൈ 22. അതുപോലെ തീറ്റ 5π/2 a ആവുന്ന കേസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു ഗ്രാഫ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഗ്രാഫ് നിങ്ങൾ നോക്കി വയ്ക്കുക. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇതിലുള്ള ഓരോ ഫിഗേഴ്സും അതുപോലെ ഓരോ ഡെറിവേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ആൻസറിനേക്കാളും കൂടുതൽ പ്രാധാന്യം ഇങ്ങനെയുള്ള ഡെറിവേഷൻസിനാണ്. നെക്സ്റ്റ് വരുന്നതാണ് പ്ലെയിൻ ഡിഫ്രാക്റ്റിംഗ് ഗ്രേറ്റിംഗ്. ഇത് എങ്ങനെയാണ്, ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇത് വരുന്നത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സ്ലിറ്റ്സ് ഓഫ് ഈക്വൽ വിഡ്ത്ത് സെപ്പറേറ്റഡ് ബൈ ഒപാക് പോർഷൻസ് അറേഞ്ച്ഡ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് ഗ്രേറ്റിംഗ്. അപ്പോൾ ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സ്ലിറ്റ്, അത്രയധികം ലാർജ് നമ്പർ ഓഫ് സ്ലിറ്റ്, അതിൻ്റെ വിഡ്ത്ത് ഈക്വൽ ആണ്. അപ്പോൾ അത് ഈക്വൽ വിഡ്ത്തിൽ സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഇതെന്ന് പറയുന്നത് ഓരോ ഈക്വൽ ഡിസ്റ്റൻസിലാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇതിനെയാണ് ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത്. When a wavefront is incident on a grating surface, light is transmitted through the slit and obstructed by opaque portions. അപ്പോൾ വേവ് ഫ്രണ്ട് ഇവിടെ ഇൻസിഡൻറ്റ് ഉണ്ടാവുന്ന ടൈമിൽ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് സ്ലിറ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് എന്താണ് ഒപാക് പോർഷനിൽ ഒബ്സ്ട്രക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. The diffraction grating in its normal form consists of an optically plain glass plate upon which a large number of fine, equidistant and parallel lines are ruled with the help of dividing engine. The lines are drawn very close to each other, about thousands line per centimeter. അപ്പോൾ ഒരു thousands lines ഒക്കെ ഭയങ്കര ക്ലോസ് ആയിട്ടൊക്കെ വരച്ചിട്ടുണ്ടാവും. The ruled width is opaque to light and are called as opacities, while the space between any two lines allows light to pass through and are called transparencies, which such a plate is called a plane transmission grating. അപ്പോൾ ruled width is opaque to light, അതിനെയാണ് ഒപ്പാസിറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ സ്പേസ് ബിറ്റ്വീൻ എനി ടു ലൈൻസ് അലോ ലൈറ്റ് ടു പാസ്. അപ്പോൾ ഏതെങ്കിലും രണ്ട് ലൈൻസിൻ്റെ ഗ്യാപ്പിലൂടെ ലൈറ്റ് പാസ് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ട്രാൻസ്പെറൻസി. ഇത് അതുപോലെ ആ ഒരു പ്ലേറ്റിനെ പറയുന്നതാണ് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നോക്കി വയ്ക്കാം. നെക്സ്റ്റ് ആണ് തിയറി ഓഫ് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത്. കൺസിഡർ എ പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് AB ഹാവിങ് N പാരലൽ സ്ലിറ്റ്. അപ്പോൾ AB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ ഗ്രേറ്റിങ്ങിന് ക്യാപിറ്റൽ N പാരലൽ സ്ലിറ്റ് ഉണ്ടാവും. ലെറ്റ് A be the width of each slit and B be the width of each opaque portion. അപ്പോൾ ഓരോ സ്ലിറ്റിൻ്റെ വിഡ്ത്താണ് A എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒപാക് പോർഷൻ്റെ വിഡ്ത്താണ് B എന്ന് പറയുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് സ്ലിറ്റ്സ് കോൾഡ് ഗ്രേറ്റിംഗ് എലമെൻറ്റ്. അപ്പോൾ എന്താണ് ഗ്രേറ്റിംഗ് എലമെൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താണ് രണ്ട് സക്സസീവ് സ്ലിറ്റിൻ്റെ ഡിസ്റ്റൻസ്, അവർ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസിനെയാണ് ഗ്രേറ്റിംഗ് എലമെൻറ്റ് എന്ന് പറയുന്നത്. മാക്സിമം ഇൻറ്റൻസിറ്റി ഓൺ എ സ്ക്രീൻ പ്ലേസ്ഡ് അറ്റ് ദ ഫോക്കൽ പ്ലെയിൻ ഓഫ് ദ ലെൻസ്. അത് മാക്സിമം ഇൻറ്റൻസിറ്റി, അപ്പോൾ ഒരു സ്ക്രീൻ പ്ലേസ് ചെയ്തിട്ടുള്ള മാക്സിമം ഇൻറ്റൻസിറ്റി അതിനെയാണ് സെൻട്രൽ മാക്സിമം P എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അതേപോലെ ഗ്രേറ്റിംഗ് ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്കൊരു ഫൈനൽ ആൻസർ വരുന്നുണ്ട്, അതിലോട്ട് കൊണ്ട് എത്തിക്കുക. ഇതിനൊക്കെ ഡെറിവേഷൻസ് ഉണ്ട്, അപ്പോൾ അതിലോട്ട് ഇത് കൊണ്ട് എത്തിക്കുക. സൈൻ തീറ്റ N = ± ക്യാപിറ്റൽ N സ്മോൾ n ലാംഡ എന്നാണ്. അപ്പോൾ ഇതാണ് ഗ്രേറ്റിംഗ് ലോ എന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രം എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ സെൻട്രൽ മാക്സിമം, ഡിഫ്രാക്ഷൻ മാക്സിമ, ഇതൊക്കെ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ N1 ആവാം. അപ്പോൾ ഡിഫ്രാക്ഷൻ സ്പെക്ട്രം N1 ആവുന്ന ഡിഫ്രാക്ഷൻ സ്പെക്ട്രത്തിനെ ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രം എന്ന് പറയും. അതുപോലെ N2 ആവുന്ന ആ ഒരു സ്പെക്ട്രത്തിന് സെക്കൻഡ് ഓർഡർ സ്പെക്ട്രം എന്ന് പറയും. അത് ജസ്റ്റ് നമുക്ക് പഠിക്കാൻ അത് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഗ്രേറ്റിംഗ് ലോ പറഞ്ഞല്ലോ, ഗ്രേറ്റിംഗ് ലോ
അടുത്തത് വരുന്നതാണ് റിസോൾവിംഗ് പവർ. ദ മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് ടു നിയർ ബൈ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് റെസൊല്യൂഷൻ ആൻഡ് ദ എബിലിറ്റി ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ടു പ്രൊഡ്യൂസ് ഡിസ്റ്റിങ്ക്ട്ലി സെപ്പറേറ്റ് ഇമേജസ് ഓഫ് objects very close together is called its resolving power. അപ്പോൾ രണ്ട് നിയർ ബൈ ഒബ്ജക്ട്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ പറയുന്നതാണ് റെസൊല്യൂഷൻ. അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിന് സെപ്പറേറ്റ് ഇമേജസ്, രണ്ട് ഒബ്ജക്റ്റിൻ്റെ സെപ്പറേറ്റ് ഇമേജസ് ഭയങ്കര ക്ലോസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി ഇല്ലേ, അതിനെയാണ്, ആ ഒരു കഴിവിനെയാണ് റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. Resolving power is normally measured as the reciprocal of the smallest angle subtended at the objective of optical instrument by 2-point objects, which can just be distinguished as separate. അപ്പോൾ റിസോൾവിംഗ് പവർ നമ്മൾ സാധാരണയായിട്ട് മെഷർ ചെയ്യുന്നത് ഏറ്റവും ചെറിയ ഒരു ആംഗിൾ എവിടെയാണ്, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ രണ്ട് പോയിൻറ്റ്സ് വഴി ഉണ്ടാകുന്ന ഏറ്റവും ചെറിയ ഒരു ആംഗിൾ, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ടാണ് റിസോൾവിംഗ് പവർ സാധാരണ നോർമലി ആയിട്ട് മെഷർ ചെയ്യുന്നത്. അടുത്താണ് റെയ്ലീക്സ് ക്രിറ്റീരിയൻ ഫോർ റെസൊല്യൂഷൻ. When a beam of light from a point object passes through the objective of telescope, the lens acts like a circular aperture and produces a diffraction pattern instead of a point object. This diffraction pattern is bright disk surrounded by alternate dark and bright rings is known as Iris disk. അപ്പോൾ ഇവിടെ വരുന്നത് ഡിഫ്രാക്ഷൻ പാറ്റേൺ, ഒരു ബ്രൈറ്റ് ഡിസ്കും ഉണ്ടാവും, അത് ചുറ്റിട്ടിട്ട് ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്ക് ഉണ്ടാവും. ആ ഒരു ബ്രൈറ്റ് റിങ്സിനെയാണ് ഐറിസ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇഫ് ദർ ആർ 2 പോയിന്റ്സ് ഒബ്ജക്റ്റ് ലൈയിങ് ക്ലോസ് ടു ഈച്ച് അതർ, ദെൻ 2 ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ആർ പ്രൊഡ്യൂസ്ഡ് വിച്ച് മേ overlap on each other and it may be difficult to distinguish them as separate. പിന്നെ വരുന്നത് 2 diffraction patterns of closely situated equally bright point sources may be regarded as separate if the central maximum of one coincides with the first minimum of other. അപ്പോൾ ഇവിടെ രണ്ട് ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ക്ലോസ് ആയിട്ട് സിറ്റുവേറ്റ് ചെയ്യാണ്, ഈക്വലി ബ്രൈറ്റ് ഒക്കെ ആയിട്ട് ക്ലോസ് ആയിട്ട് സിറ്റുവേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ സെൻട്രൽ മാക്സിമം ഒരെണ്ണം കോയിൻസൈഡ് ചെയ്യുമ്പോൾ, ഫസ്റ്റ് മിനിമം വെച്ചിട്ട് ഒരെണ്ണം കോയിൻസൈഡ് ചെയ്യുമ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യണ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഓരോ ഇമേജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇമേജ് എന്താണ്, റിസോൾവ് അല്ലാത്ത ഇമേജ്, അതുപോലെ ജസ്റ്റ് റിസോൾവ് ആയത്, അതുപോലെ ഇമേജ് വെൽ റിസോൾവ് ആയത്. അപ്പോൾ ഈ ഒരു ഇമേജ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എഴുതാനായിട്ട് പറ്റും. അതുപോലെ ഇതിൻ്റെ ഗ്രാഫ് നോക്കാം. നെക്സ്റ്റ് ആണ് റിസോൾവിംഗ് പവർ ഓഫ് ഗ്രേറ്റിംഗ്. The resolving power of diffraction grating is defined as its ability to show two neighboring lines in a spectrum as separate. ഇപ്പോൾ റിസോൾവിംഗ് പവർ ഓഫ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, രണ്ട് നെയ്ബറിംഗ് ലൈൻസ്, സ്പെക്ട്രത്തിലുള്ള രണ്ട് നെയ്ബറിംഗ് ലൈൻസ് സെപ്പറേറ്റ് ചെയ്യില്ലേ, അത് തന്നെയാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു റെയ്ലീക്സ് ക്രിറ്റീരിയൻ, resolving power of a grating is measured as the ratio of the wavelength lambda of any spectral line to the smallest difference in wavelength d lambda between this line and a neighboring line such that the two lines appear just resolved. അപ്പോൾ റെയ്ലീക്സ് ക്രിറ്റീരിയൻ അത് വെച്ച് നോക്കുമ്പോൾ റിസോൾവിംഗ് പവർ ഓഫ് ഗ്രേറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവം മെഷർ ചെയ്യുന്നത് വേവ് ലെങ്ത് ലാംഡ, ഏതെങ്കിലും സ്പെക്ട്രൽ ലൈൻ വേവ് ലെങ്ത് ലാംഡ, അതെവിടേക്ക് സ്മോളസ്റ്റ് ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത് ഡി ലാംഡ, അതിലോട്ടുള്ള ആ ഒരു റേഷ്യോ അത് വെച്ചിട്ടാണ് റിസോൾവിംഗ് പവർ മെഷർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിസോൾവിംഗ് പവർ എന്ന് പറയുന്ന ആ ഒരു ഗ്രേറ്റിംഗിൻ്റെ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത് ലാംഡ ഡിവൈഡഡ് ബൈ ഡി ലാംഡ, അതാണ് റേഷ്യോ എന്ന് പറയുന്നതല്ലോ. അപ്പോൾ അതിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും പഠിക്കേണ്ട ഒരു സംഭവമാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്പെർസീവ് പവർ ഓഫ് ഗ്രേറ്റിംഗ്. ഡിസ്പെർസീവ് പവർ ഓഫ് ഗ്രേറ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു വേവ് ലെങ്ത്. അപ്പോൾ വേവ് ലെങ്തിനോട് റെസ്പെക്ട് ചെയ്തിട്ട് ഡിഫ്രാക്ഷൻ, ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷനിൽ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി ലാംഡ, ഇതാണ് ഡിസ്പെർസീവ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പെർസീവ് പവർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പെർസീവ് പവർ ഓഫ് ഗ്രേറ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു വേവ് ലെങ്ത്.
ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഡി വെച്ചിട്ടുള്ള സംഭവമായിരിക്കും. അപ്പോൾ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ലാംഡ അതാണ് വരുന്നത്. പിന്നെ ഇതിൽ വരുന്നത് ഹൈ ഡിസ്പേഴ്സീവ് പവർ റെഫേഴ്സ് ടു വൈഡ് സെപ്പറേഷൻ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് വേർ ആസ് ഹൈ റിസോൾവിംഗ് പവർ റെഫേഴ്സ് ടു എബിലിറ്റി ഓഫ് എ ഇൻസ്ട്രുമെന്റ് ടു ഷോ നിയർ ബൈ സ്പെക്ട്രൽ ലൈൻസ് ആസ് സെപ്പറേറ്റ് വൺസ്. It is also noted that the resolving power increases with increase in the total number of lines on grating surface, whereas dispersive power increase with increase in the number of lines per unit length. അപ്പോൾ റിസോൾവിംഗ് പവർ ഇൻക്രീസ് ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് കൂടുമ്പോൾ റിസോൾവിംഗ് പവറും കൂടുന്നതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഡിസ്പേഴ്സീവ് പവർ കൂടുന്നത് നമ്പർ ഓഫ് ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത് അത് കൂടുമ്പോഴാണ് ഡിസ്പേഴ്സീവ് പവർ കൂടുന്നത്. അടുത്തത് വരുന്നതാണ് ഡിറ്റർമിനേഷൻ ഓഫ് വേവ് ലെങ്ത് യൂസിങ് ഗ്രേറ്റിംഗ്. To determine the wavelength of a given monochromatic light, a spectrometer and grating can be made use of. For this preliminary adjustment of the spectrometer are made. This slit is made narrow. The telescope is brought in line with the collimator. The telescope is adjusted so that the point of intersection of the cross wires coincide with the fixed edge of the image of the slit. The telescope is then clamped. The vernier table is unclamped and adjusted so that the reading of vernier 1 is 0 degree and reading of vernier 2 is 180 degree. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും സ്പെക്ട്രോമീറ്ററിൻ്റെ, അതിൻ്റെ ഒരു വേവ് ലെങ്ത്ത് കാണാനായിട്ട് നമ്മൾക്ക് ഈ സ്പെക്ട്രോമീറ്ററിന് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തണം. സ്ലിറ്റ് ആണ് നമുക്ക് നേരോ ആയിട്ട് ഉണ്ടാവുന്നത്. അതേപോലെ ടെലസ്കോപ്പ് വഴിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ വെർനിയർ 1ൻ്റെ വാല്യൂ റീഡിങ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 0 ഡിഗ്രിയിലോട്ട് ആക്കണം. അതേപോലെ തന്നെ വെർനിയർ 2ൻ്റെ നമ്മൾ റീഡിങ് 180 ആക്കണം. ദ വെർനിയർ ടേബിൾ ഈസ് ദെൻ ക്ലാംപ്ഡ്. ദ ടെലസ്കോപ്പ് ഈസ് ദെൻ അൺക്ലാംപ്ഡ് ആൻഡ് റൊട്ടേറ്റഡ് എക്സാക്ട്ലി ത്രൂ 90 ഡിഗ്രി ആൻഡ് ദെൻ ക്ലാംപ്ഡ്. അപ്പോൾ ടെലസ്കോപ്പ് എന്താണ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഏതിക്കൂടെ 90 ഡിഗ്രിയിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ദ ഗ്രേറ്റിംഗ് ഈസ് ദെൻ മൗണ്ടഡ് ഓൺ ദ ഗ്രേറ്റിംഗ് ടേബിൾ വിത്ത് ഇറ്റ്സ് റൂൾഡ് സർഫസ് ഫേസിംഗ് ദ കോൾമീറ്റർ. The grating table alone is rotated so that the reflected image of the slit coincides with the point of intersection of cross wires. ഓരോ റൊട്ടേഷനും കഴിയുമ്പോഴും അതുപോലെ ഓരോ ഡിഗ്രിയിലോട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ട് അതവിടെ ഉറപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഗ്രേറ്റിംഗ് ടേബിൾ റൊട്ടേറ്റ് ചെയ്യുക, റിഫ്ലക്റ്റഡ് ഇമേജ്, പിന്നെ ഇതൊക്കെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ക്രോസ് വയർസ്, ഇതൊക്കെ ശ്രദ്ധിക്കുക. Now the angle of incidence is 45 degree. അങ്ങനെ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 45 ഡിഗ്രി ആവാണ്. The vernier scale is now unclamped and rotated exactly through 45. അപ്പോൾ ഇവിടെ നമ്മൾ 45 എത്തി. പിന്നെ എന്ത് ചെയ്യണം, പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അത് അൺക്ലാമ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് അത് ലൂസാക്കി എടുക്കുക. കറക്റ്റായിട്ട് ഭയങ്കരമായിട്ട് ബന്ധിപ്പിച്ച് വെക്കുക. അങ്ങനത്തെ തിരിയാണ്ട് നമ്മളൊരു ഭാഗത്ത് ഫിക്സ് ചെയ്ത് വെക്കില്ലേ, അതിനെയാണ് ക്ലാമ്പ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ അൺക്ലാമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഫിക്സ് ചെയ്യുന്നത് ഒന്ന് മാറ്റാം. The vernier table is then clamped. The grating is now in the normal incident point position. അപ്പോൾ ഈ സംഭവമൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, കാരണം ഇത് നമുക്ക് ലാബിൽ ചെയ്യുന്ന ഓരോ എക്സ്പെരിമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ പറയുമ്പോൾ മനസ്സിലാവണം എന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ ഒന്നും കൂടി ഇരുന്ന് വായിച്ചു നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ ഈ എക്സ്പെരിമെൻസിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മളിരുന്ന് വായിച്ചു നോക്കി തന്നെ മനസ്സിലാക്കിയാലാണ് നമുക്ക് കൂടുതലായിട്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കാം. അടുത്തത് വരുന്നതാണ് ഫ്രെനൽസ് ഡിഫ്രാക്ഷൻ. അക്കോർഡിംഗ് ടു ഹൈഗൻസ് വേവ് തിയറി ഓഫ് ലൈറ്റ്, ഈച്ച് പ്രോഗ്രസീവ് വേവ് പ്രൊഡ്യൂസസ് സെക്കൻഡറി വേവ്സ്, ദ എൻവലപ്പ് ഓഫ് വിച്ച് ഫോംസ് ദ സെക്കൻഡറി വേവ് ഫ്രണ്ട്. അപ്പോൾ ഈ ഒരു ഹൈഗൻസ് തിയറി ഓഫ് ലൈറ്റ് പ്രകാരം എന്താണ്, ഓരോ പ്രോഗ്രസീവ് വേവും സെക്കൻഡറി വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. S is a source of monochromatic light and AB is small aperture. അപ്പോൾ S എന്ന് പറയുന്നത് മോണോക്രോമാറ്റിക് ലൈറ്റിനുള്ള ഒരു സോഴ്സും AB എന്ന് പറയുന്നത് ഒരു ചെറിയൊരു അപ്പർച്ചറും ആണ്. XY എന്ന് പറയുന്നത് സ്ക്രീൻ പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് ലൈറ്റ്, ലൈറ്റിൻ്റെ പാത്തിൽ വെച്ചിട്ടുള്ള ഒരു സ്ക്രീനാണ് XY എന്ന് പറയുന്നത്. CD is eliminated portion of screen and above C and below D is region of geometrical shadow.
അപ്പോൾ എന്താണ് സി എന്ന് പറയുന്നതും ഡി എന്ന് പറയുന്നതും ജോമെട്രിക് ഷേഡോ വരുന്ന റീജിയൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളതും കൂടെ നോക്കി വയ്ക്കാം. കൺസിഡറിങ് എ ബി ആസ് ദ പ്രൈമറി വേവ് ഫ്രണ്ട്. അപ്പോൾ എ ബി എന്ന് പറയുന്നത് ഒരു പ്രൈമറി വേവ് ഫ്രണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യുക. അക്കോർഡിംഗ് ടു ഹൈഗൻസ് കൺസ്ട്രക്ഷൻ, ഇഫ് സെക്കൻഡറി വേവ് ഫ്രണ്ട്സ് ആർ ഡ്രോൺ, വൺ വുഡ് എക്സ്പെക്ട് എൻറോച്ച്മെൻറ്റ് ഓഫ് ലൈറ്റ് ഇൻ ദ ജോമെട്രിക് ഷേഡോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ സെക്കൻഡറി വേവ് ഫ്രണ്ട്സ് വരയ്ക്കുന്ന നേരത്ത് ഒരെണ്ണം ജോമെട്രിക് ഷേഡോയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന കാര്യമാണ് പറയുന്നത്. ദിസ് ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൌണ്ട് ദ എഡ്ജസ് ഓഫ് എൻ ഒബ്സ്റ്റക്കിൾ ആർ എൻറോച്ച്മെൻറ്റ് ഓഫ് ലൈറ്റ് വിതിൻ ദ ജോമെട്രിക്കൽ ഷേഡോ ഇസ് നോൺ ഡിഫ്രാക്ഷൻ. അപ്പോൾ ഈ ഒരു ബെൻഡിങ് ഓഫ് ലൈറ്റ്, ഒരു എഡ്ജസിന് ചുറ്റുമുള്ള ഈ ഒരു ബെൻഡിങ് ഓഫ് ലൈറ്റ് എവിടെയാണ്? ഒബ്സ്റ്റക്കിൾ എന്ന് പറയുമ്പോൾ തടസ്സം അവിടെ, അല്ലെങ്കിൽ ലൈറ്റ് ജോമെട്രിക് ഷേഡോയിലൂടെ കടന്നു പോവുക. ഇതിനെയാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് അസംഷൻസ് ഉണ്ട്. എവറി പോയിന്റ് ഓഫ് ദ വേവ് ഫ്രണ്ട് സെൻഡ് സെക്കൻഡറി വേവ്സ് കണ്ടിന്യൂസ്ലി. അപ്പോൾ എല്ലാ വേവ്സിൻ്റെ ഓരോ പോയിന്റും എപ്പോഴും സെക്കൻഡറി വേവ്സിനെ കണ്ടിന്യൂസ് ആയിട്ട് സെൻഡ് ചെയ്യും. ദ വേവ് ഫ്രണ്ട് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ലാർജ് നമ്പർ ഓഫ് സ്ട്രിപ്റ്റ് ഓർ സോൺസ് കോൾഡ് ഫ്രെനൽ സോൺസ്. അപ്പോൾ എന്താണ് ഫ്രെനൽ സോൺ, അല്ലെങ്കിൽ ഈ ഒരു ഫ്രെനൽ ഡിഫ്രാക്ഷൻ്റെ അസംഷൻസ് ഒക്കെ ചോദിച്ചാൽ ഇതെന്തായാലും എഴുതണം. അപ്പോൾ എവറി വേവ് ഫ്രണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ലാർജ് നമ്പർ ഓഫ് സ്ട്രിപ്പിലോട്ട് ആക്കിയിട്ടുണ്ട്, അതിനെയാണ് അല്ലെങ്കിൽ സോൺസ്, അതിനെയാണ് ഫ്രെനൽ സോൺസ് എന്ന് പറയുന്നത്. ദ റിസൾട്ടൻറ്റ് എഫക്റ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദ സ്ക്രീൻ ഈസ് ഡ്യൂ ടു ദ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് ഓൾ സെക്കൻഡറി വേവ്സ് കമ്മിങ് ഫ്രം വേരിയസ് സോൺസ്. അപ്പോൾ റിസൾട്ടൻറ്റ് ആയിട്ട് വരുന്നത് എല്ലാ ഭാഗത്തു നിന്നും വരുന്ന ആ ഒരു സെക്കൻഡറി വേവ്സിനെ ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കുന്നത്. ദ എഫക്റ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദ സ്ക്രീൻ ഡ്യൂ ടു എനി പർട്ടിക്കുലർ സോൺ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് ഫ്രം സോൺ. പിന്നെ വരുന്നത് ദ എഫക്റ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദ സ്ക്രീൻ ഓൾസോ ഡിപ്പെൻഡ് ഓൺ ദ ഇൻക്ലിനേഷൻ ഓഫ് ദ പോയിന്റ് വിത്ത് റെഫറൻസ് ടു സോൺ അണ്ടർ കൺസിഡറേഷൻ. അപ്പോൾ പോയിന്റ് ഓഫ് ഇൻക്ലിനേഷന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് മുന്നേ പറഞ്ഞത് any point on the screen due to any particular zone depend on the distance of the point from zone. അപ്പോൾ പോയിന്റ് ഫ്രം സോണിൽ നിന്നുള്ള ആ ഒരു പോയിന്റിൻ്റെ ഡിസ്റ്റൻസിനെ സോണിൽ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞുള്ള നമ്മുടെ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ ഒരു ഗൈഡിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലുള്ളത് നോക്കി പഠിക്കായിരിക്കും നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ്, ഇത് ഫുൾ ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്യുന്ന സംഭവങ്ങളാണ്. പിന്നെ നിങ്ങൾ കൂടുതലായിട്ടും കണ്ടുവന്നിട്ടുള്ളത് പ്രോബ്ലംസിനേക്കാളും കൂടുതൽ ഇതുപോലെ ക്വസ്റ്റ്യൻസ്, ഡെറിവേഷൻസ് ഒക്കെയാണ് ഫിസിക്സിൽ കണ്ടുവന്നിട്ടുള്ളത്. 1, 2 അല്ലെങ്കിൽ 3, 4 അത്രയും പ്രോബ്ലംസ് ഒക്കെയാണ് കണ്ടിട്ടുള്ളൂ. ഇനി ഇപ്രാവശ്യം തൊട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ശ്രീ ചാനലിൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ്. അതേപോലെ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്